Mr. Gopinath Mudgad. Namaskaram. I'm Malvika Mohan. Welcome to Walk with Me. Nice meeting you too. Sir, ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, സർ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രാമത്തിൽ നിന്നാണ് ജനിച്ച് വളർന്ന് വരുന്നത്. Did the magic of nature sow seeds of magic in you? Definitely. കാരണം this is so beautiful ഇവിടെ. എൻ്റെ ഗ്രാമത്തിൻ്റെ പേര് കവളമുക്കട്ട എന്നാണ്. മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്ത് ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിലാണ് ജനിച്ചത്, വളർന്നത്. ഞങ്ങളുടെ അങ്ങൊന്നും ബസ് സൗകര്യമില്ല, വെറും കാളവണ്ടികൾ മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന കാലം, റോഡില്ലാത്ത ഒരു ഗ്രാമം. വളരെ വളരെ ചെറിയൊരു ഗ്രാമത്തിലാണ് ജനിച്ചത്. വളരെ കുറച്ച് വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും പ്രകൃതിയുടെ ഭംഗി കനിഞ്ഞ് അനുഗ്രഹിച്ചൊരു പ്രദേശമായിരുന്നു. കാരണം ഞങ്ങളുടെ തൊട്ടടുത്തൊരു ചെരങ്ങാ തോടുണ്ട്, തൊട്ടടുത്ത് കാടുണ്ട്, ഫോറസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാം കൂടി ചേർന്ന് നല്ല സൗന്ദര്യമുള്ള ഗ്രാമം. പ്രകൃതിയെപ്പോലെ ഇന്ദ്രജാലം കാണിക്കുന്ന വേറെ ഒന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എത്രമാത്രം സൗന്ദര്യങ്ങൾ, നിറങ്ങൾ, സംഗീതം, ഇതെല്ലാം ഒത്തൊരുമിച്ച് വരുന്നതാണല്ലോ പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രകൃതിയുടെ സൗന്ദര്യം എന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഉണ്ടായിരുന്നു, ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. സർ, ഒരു എന്താ പറയുക, ഒരു 10 വയസ്സുകാരനായിട്ട് ആണ് ആദ്യമായിട്ട് ഒരു മാജിക് ഷോ ചെയ്യുന്നത്. ടെൽ മീ അബൌട്ട് ദാറ്റ്. ബിക്കോസ് ഞാൻ വിചാരിച്ചിരുന്നത്, ബിക്കോസ് നമ്മളിപ്പോൾ സംസാരിച്ച് വന്നപ്പോഴാണ് അറിയുന്നത് ഒരു ചെറിയ പാളിച്ച പറ്റിയ ഒരു... ചെറിയ പാളിച്ചല്ല, മാജിക്കിൽ ചെറിയ പാളിച്ചയില്ല. മാജിക്കിൽ ഒന്നുകിൽ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ. എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ആദ്യത്തെ ഷോ എന്ന് പറയുന്നത് ടോട്ടൽ ഫെയിലിയർ ആയിരുന്നു. ഒരു കയറ് മുറിക്കുന്ന മാജിക്കാണ് കാണിക്കാൻ ഉദ്ദേശിച്ചത്, മുറിച്ച് കൂട്ടി യോജിപ്പിക്കുന്നത്. പക്ഷെ അത് സ്റ്റേജിലേക്ക് വിളിച്ച പയ്യൻ പിടിച്ചു കളഞ്ഞു, രഹസ്യം കണ്ടെത്തി കളഞ്ഞു. അത് പിടിച്ചു. മാജിക്കിന് എന്നെ പറ്റില്ല എന്ന് ഞാൻ ആ 10 വയസ്സിൽ സ്വയം ഞാൻ വിധി എഴുതി. കാരണം ഓഡിയൻസ് മുഴുവൻ കൂവി വിളിക്കുന്ന സമയത്ത്. അപ്പൊ സ്റ്റേജിന്റെ ബാക്കിലേക്ക് ഞാൻ ഡെഫിനറ്റ്ലി സ്റ്റേജിന്റെ ബാക്കിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ അച്ഛൻ വന്നിട്ട് എന്നോട് പറഞ്ഞൊരു വചനമാണ് ജീവിതത്തിൽ ഇതുവരെ എന്നെ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. അച്ഛൻ ഇന്നില്ല, പക്ഷേ ആ വചനം എൻ്റെ ഹൃദയത്തിലുണ്ട്. അച്ഛൻ പറഞ്ഞത്, കുട്ടിയെ വിജയത്തിൽ നിന്നല്ല പാഠങ്ങൾ പഠിക്കേണ്ടത്, പരാജയത്തിൽ നിന്നാണ് പാഠങ്ങൾ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞൊരു വചനം. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും പരാജയങ്ങൾ ഉണ്ടാവുന്ന സമയത്തും ഡെഫിനറ്റ്ലി ആയിട്ട് അച്ഛനെ ഓർക്കും, അച്ഛൻ്റെ വചനങ്ങൾ ഓർക്കും. അതാണ് എൻ്റെ ഒരു വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. സോ എപ്പോഴാണ്, ലൈക്ക്, ബിക്കോസ് യു ഡിഡ് യുവർ ഗ്രാജുവേഷൻ ഇൻ മാത്തമാറ്റിക്സ്, ദെൻ മാസ്റ്റേഴ്സ് ലോയിന് പോയി, ബട്ട് ദെൻ ബൈ ദ ടൈം യു ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഒരു വർഷം ഞാൻ കോളേജിൽ, വിശ്വേശ്വരയ്യ കോളേജ് ബാംഗ്ലൂർ ആയിരുന്നു. ഒരു വർഷം ഞാൻ പോയി, അതിനുശേഷം പിന്നെ അതെല്ലാം കളഞ്ഞു. And you wanted to do magic? Definitely. And what was your family's reaction for that? ഫാമിലിയേക്കാൾ കൂടുതൽ അച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, അച്ഛൻ്റെ ഒരു ഡ്രീമായിരുന്നു വക്കീൽ കോട്ടിടുക എന്നുള്ളത്. അതിനേക്കാൾ കൂടുതൽ മാജിക്കിൻ്റെ രംഗത്ത് നിന്ന് അകറ്റുക. കാരണം മാജിക്കിനൊന്നും ഒരു സ്കോപ്പും ഇല്ല. ഈ തെരുവിൽ കാണിക്കുന്ന മജീഷ്യൻസ് ആണ് പെർഫോമേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ മകൻ്റെ ഭാവി അങ്ങനെ തെരുവിലായി പോകരുത് എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ അച്ഛൻ ബാംഗ്ലൂരിൽ LLB കൊണ്ട് ചേർത്തു. ഒരു വർഷം ഞാൻ കടിച്ചു പിടിച്ച് നിന്നു, തിരിച്ചു പോന്നു. അത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. നാട്ടുകാരെല്ലാം പറയാൻ തുടങ്ങി അച്ഛനെ ധിക്കരിച്ചൊരു മകനാണ്, മോശം കുട്ടിയാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു കാലത്ത് ആ ഒരു ഇതിനെ മാറ്റിമറിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷോസ് സെറ്റ് ചെയ്തു. അതിനുശേഷം കേരളത്തിൽ അലയാത്ത പട്ടണങ്ങളില്ല, അലയാത്ത സ്ഥലങ്ങളില്ല. അവിടെയൊക്കെ അലഞ്ഞ് പോയി പലരോടും ചോദിച്ച്, ഷോസ് ചോദിച്ച്, ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് പ്രോഗ്രാംസിലേക്ക് വരുന്നത്. പിന്നെ ഒരു 45 വർഷം മാജിക്ക് മാത്രമായ എൻ്റെ ജീവിതം, ജാലവിദ്യയിലൂടെ മാത്രം കടന്നുപോയ, ജാലവിദ്യയെ ശ്വസിച്ച് ജാലവിദ്യയെ രക്തത്തിൽ അലിയിച്ച് ചേർത്ത ഒരു ജീവിതമാണ്. സോ എപ്പോഴാണ് ഈ 10 വയസ്സുകാരനിൽ ഒരു മാജിഷ്യൻ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നെ ബാക്കി ജീവിതമായിട്ട് മുന്നോട്ട് പോയി? ആൻഡ് അറ്റ് വാട്ട് പോയിന്റ് ഇൻ ടൈം ഡിഡ് യു ഫിഗർ ഔട്ട് ദാറ്റ് മാജിക് ഇസ് യുവർ പാത്ത്? From my early childhood. Yeah, that means when I started learning magic, that time I decided to be a magician. Okay. ഡെഫിനറ്റ്ലി ഒരു മജീഷ്യനായിട്ട് തന്നെ ജീവിക്കണം എന്ന ആ ഒരു കാലത്ത് തന്നെ എങ്ങനെയോ എൻ്റെ ഉള്ളിൽ ഒരു അദമ്യമായിട്ടൊരു ആഗ്രഹം ഉണ്ടായി എന്നതാണ് വാസ്തവം. അത്ര ചെറുതല്ലേ ആയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പിടിച്ചു നിൽക്കില്ലല്ലോ. കാരണം മാജിക്കിൻ്റെ സ്കോപ്പ് ഇല്ലാത്തൊരു കാലത്ത്, മറ്റുള്ളവരെല്ലാം മറ്റു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഞാനൊരു PSC ടെസ്റ്റ് എഴുതിയിട്ടോ ഒരു ജോലി ഒന്നും പോയിട്ടില്ല, വേറൊന്നും അന്വേഷിച്ചിട്ടില്ല. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് LLB പഠനമൊക്കെ കളഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോരണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു വിത്തൻ്റെ മനസ്സിൽ കിടന്ന് തളർത്തു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഡെഫിനറ്റ്ലി. Sir, വേറൊരു കാര്യം, ലൈക്ക് യു ഹാവ് ഡൺ എന്താ പറയുക, ഒരു ഹുഡീനി ഇൻസ്പയർഡ് ഒരു ആക്ട് ചെയ്തിട്ടുണ്ട്, വിച്ച് വാസ് വൺ ഓഫ് യുവർ ക്ലെയിം ടു ഫെയിം, അല്ലേ?
how did that change you internally as a person and as an artist? ഹൗഡിനീസ് ആക്ട് എന്ന് പറയുന്നത് എസ്കേപ്പോളജി ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ദ റിയൽ മാജിക് വാട്ട് യു ആർ സീയിങ് നൗ ഓൺ ദി സ്റ്റേജ്. ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. എസ്കേപ്പിസം ഇസ് എ ഡിഫറെൻറ്റ് ഫീൽഡ്. Is it illusion? No, it's not illusion. It's performing only with practice, continuous practice. So when I was reading that book, Houdini, Secrets of Houdini, that book, I want to perform that trick in front of the big crowd. I decided that. ഏകദേശം 2 വർഷം ഞാൻ അതിന് വേണ്ടി പരിശീലിക്കാൻ വേണ്ടിയിട്ട് സമയമെടുത്തു. And I performed that fire escape act first time in India in Trivandrum, Putharikanda Maidanam. Then after that, I continued with that many escape acts like water torture escape act and underwater escape, life or death. ഒരു 10-12 escape ആക്ടുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കാലത്ത് ഒരു ത്രസിപ്പായിരുന്നു. How did that change you? The DNA. Definitely. ആദ്യമായിട്ട് ഹൗഡിനി എന്ന് പറയുന്ന അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ 100 വർഷമായി. 2026 100 വർഷമായി ഹൗഡിനി മരിച്ചിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആക്ടുകൾ എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആണ്. ഇതുവരെ ലോകത്ത് ആർക്കും ഒരു റെക്കോർഡ് ഭേദിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ആക്ടുകളാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പം അതിനെ നമ്മൾ റിപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഒരു ഐറ്റം ഇവിടെ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഈസി. കാരണം ഇപ്പം നിങ്ങൾ എൻ്റെ കയ്യിൽ കാണുന്ന ഈ പൊള്ളലുകൾ, ഈ ബ്ലാക്ക് മാർക്സ്, ഇതെല്ലാം ഈ ആക്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് 10-30 വർഷം മുമ്പുണ്ടായിട്ടുള്ള പൊള്ളലുകളാണ്. എൻ്റെ ഫേസ് കംപ്ലീറ്റ് പൊള്ളിയ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്. ഇറ്റ്സ് മാജിക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തീയിൽ നിന്ന് പുറത്തേക്ക് വരാമെന്ന് വിചാരിക്കരുത്. തീയിനോട് കളിക്കുന്നത്, വെള്ളത്തിനോട് കളിക്കുന്നത്, ഇതൊന്നും അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ യെസ്, അതുപോലെ തന്നെ ഒരു നിമിഷം ഉണ്ടാവുന്നതല്ല നെക്സ്റ്റ് മൊമെന്റ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കും. എങ്കിലും അത് ചെയ്യുക എന്ന് പറയുന്നൊരു അദമ്യമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഇൻസ്പിറേഷനോ വാട്ട് യു ക്യാൻ കോൾ ദാറ്റ്, ഐ ഡോണ്ട് നോ, ദാറ്റ് ആക്ച്വലി passion, yeah. That actually motivated me to perform that escape acts. Okay. So ഇപ്പം സർ ഒരു 45 വർഷം ആയി മാജിക്കിൽ നിൽക്കുന്നു. ഇപ്പം നമ്മൾ മാജിക്കിനെ ഒരു കലാരൂപമായി അല്ലെങ്കിൽ ഒരു ഫൺ ഒരു കാര്യമായിട്ടാണ് എപ്പോഴും ചിന്തിക്കുന്നത്. ബട്ട് യു have connected that with social service. From 2021 you retired from performing arts. And you've stage performance. And then എന്താ പറയുക, സോഷ്യൽ സർവീസ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് എങ്ങനെയാണ് അങ്ങനെ ഒരു ട്രാൻസിഷൻ ഉണ്ടാവാനുള്ള കാര്യം? ട്രാൻസിഷൻ ഉണ്ടായത് ഒരു കാസർഗോഡ് ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. കാസർഗോഡ്, ഐ തിങ്ക് യു നോ അബൌട്ട് ദി എൻഡോസൾഫാൻ വിക്ടിംസ്. കാസർഗോഡ് more than thousands of children are affected with endosulfan, that poison. Actually, the government organized a program for the fundraising program for the rehabilitation of their children. So I was there in the town hall to perform the show, and when the curtain rose, I saw the children, the entire children are affected. That victims ആണ് കണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ കണ്ണില്ലാത്തവർ, കാതില്ലാത്തവർ, വലിയ തലയുള്ളവർ. ഇപ്പോൾ ഇത് നമ്മുടെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആണ്, നമ്മൾ കാണുന്നൊരു കാഴ്ച അത്. പിന്നെ അതിനുശേഷം പിന്നെ ഒരു അമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പച്ചയായ സത്യങ്ങൾ തിരിച്ചറിയുന്നു. അപ്പോൾ മാജിക് എന്ന് പറയുന്നത് വേറൊരു തലം, യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് വേറൊരു തലം. ആ ഒരു തിരിച്ചറിവാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. പക്ഷെ ഞാൻ തുടങ്ങിയ സമയത്ത് ഇതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടോ, ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഡിഫറെൻ്റ് ആർട്ട് സെൻറ്ററോ ഇതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല തുടങ്ങുന്നത്. ഞാൻ തുടങ്ങുന്നത് ഈ കുട്ടികളെ കുറച്ച് മാജിക് പഠിപ്പിച്ച് ഇവരുടെ അമ്മമാരുടെ മുഖത്തൊരു ചിരി പടർത്താം, ദാറ്റ്സ് ഓൾ. ഇത് വിചാരിച്ചുകൊണ്ടാണ് ആദ്യം ഞാൻ 2016 അവസാന ഘട്ടത്തിൽ ശൈലജ ടീച്ചർ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് വെറുതെ കുറച്ച് കുട്ടികളെ വിളിച്ചു. 23 കുട്ടികളെ ഗവൺമെൻറ് തന്നെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വഴി എൻ്റെ അടുത്തേക്ക് അയച്ചു. അവരെ മാജിക് പഠിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. പക്ഷേ അവർ അരങ്ങേറ്റം വന്നപ്പോഴത്തേക്ക് ഇവരുടെ ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ മാജിക് പെർഫോം ചെയ്യുന്ന ലോകത്ത് ആദ്യമാണ്. അപ്പോൾ വൈസ് പ്രസിഡന്റ് വന്നു അതിൻ്റെ ഇനാഗുറേഷന് വേണ്ടിയിട്ട്, അവർ അരങ്ങേറ്റം കാണാൻ വേണ്ടിയിട്ട്. വൈസ് പ്രസിഡന്റ് ഇവരുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ 1.5 മണിക്കൂറാണ് ഇവർ പെർഫോം ചെയ്തത്, വിത്തൗട്ട് എ സിംഗിൾ മിസ്റ്റേക്ക്. അപ്പോൾ അവർ സ്റ്റേജിൽ പെർഫോമൻസ് കഴിഞ്ഞതോടുകൂടി വൈസ് പ്രസിഡന്റ് സ്റ്റേജിലേക്ക് ചാടിക്കയറുന്നു. ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അവിടെയാണ് തുടക്കം. അതിനുശേഷം ഇവരുടെ പാരൻസ് എന്നോട് ചോദിച്ചു, ഗവൺമെൻറ്റിൻ്റെ റോള് കഴിഞ്ഞല്ലോ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. സോ ഐ ക്രിയേറ്റഡ് എ സെൻറ്റർ ഹിയർ, ദാറ്റ് എംപവർ തിയേറ്റർ. അതിനകത്ത് അവർ എംപ്ലോയീസ് ആയിട്ട് പെർഫോമൻസിന് വിളിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് 45 വർഷം കിട്ടിയ കയ്യടിയേക്കാൾ കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നത് ഇന്നും ആ കുട്ടികളുടെ എംപ്ലോയീസ് ആയിട്ട് ശമ്പളം മേടിച്ച് പെർഫോം ചെയ്യുന്നുണ്ട്. അതിനകത്ത് അത് ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ,
അവർ സെൽഫ് സഫിഷ്യൻ്റ് ആവുന്നു. അവരിലുണ്ടാകുന്ന സെർബ്രൽ പാൾസിയോ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയോ ഒക്കെ പതുക്കെ ചേഞ്ച് വന്നുകൊണ്ട് അവർ സ്വയം പര്യാപ്ത അന്തരീക്ഷത്തിലേക്ക് മാറുന്നു. ആ ഒരു ചേഞ്ചാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ തുടങ്ങുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ നമുക്ക് 200 കുട്ടികളുണ്ട് ഇവിടെ. ആ കുട്ടികൾ, അവരുടെ പാരൻസ്, അവരെല്ലാം ഇങ്ങനെ എന്താ പറയുക ആഘോഷത്തോടു കൂടി ആനന്ദത്തോടു കൂടി ജീവിച്ച് പോകുന്നത് കാണുമ്പോൾ കിട്ടുന്ന സഫലത എന്ന് പറയുന്നതാണ്. ഈ ഫീൽഡിനകത്ത് എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തൽക്കാലത്തേക്ക് മാജിക്കിൻ്റെ പ്രൊഫഷണൽ മാജിക്കിൽ നിന്ന് വിട പറഞ്ഞ് ഈ പണ്ട് നമ്മൾ ഷോ നടത്തിയ സമയത്തുണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് പല രാജ്യങ്ങളിൽ പോയി അവിടെ ആ രാജ്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് അത് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണിപ്പോൾ. അപ്പോൾ കാസർഗോഡ് നമ്മളൊരു വലിയ ഹ്യൂജ് സെൻറ്റർ തുടങ്ങുകയാണ്. 1000 കുട്ടികൾക്ക് ലൈഫ് കൊടുക്കാവുന്ന ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന 30 ഏക്കർ ലാൻഡിൻ്റെ ഒരു വലിയ സെൻറ്ററാണ്. ഇറ്റ്സ് എ ഗ്ലോബൽ പ്രോജക്റ്റ്, ഗ്ലോബൽ മോഡൽ. ദാറ്റ് മീൻസ് ഇത് കെന്നഡി ക്രീഗർ യൂണിവേഴ്സിറ്റി അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ടെക്നിക്കുകൾ, ഈ ഡിസബിലിറ്റി ഉള്ള ആളുകളെ എങ്ങനെ സെർവ് ചെയ്യണം, ജപ്പാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ഇവിടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട് ഇതുവരെ കാണാത്ത അനുഭവിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് പണ്ട് കാലത്ത് മാജിക് അവതരിപ്പിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന ബന്ധങ്ങൾ, ഫ്രണ്ട്ഷിപ്പ്, ആ ഫ്രണ്ട്ഷിപ്പ് പല നാടുകളിലുള്ള സുഹൃത്തുക്കൾ, അവരുടെയൊക്കെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ എങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഡ്രീം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് ആ പ്രോജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഗുഡ് ബൈ. അത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളൊരു മെയ്യോട് കൂടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഫേസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറച്ച് കുട്ടികളെ അവിടെ എടുത്ത് അതിനകത്ത് 2 വയസ്സ് മുതലുള്ള കുട്ടികളുടെ ഏർലി ഇൻ്റർവെൻഷൻ മുതൽ ഏർലി ഡിറ്റക്ഷൻ, ഏർലി ഇൻ്റർവെൻഷൻ, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള തെറാപ്പികൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ കൊടുക്കാവുന്ന തെറാപ്പി സംവിധാനങ്ങൾ അടക്കം ചെയ്തിട്ട് പാരാലിമ്പിക്സിലേക്ക് കുട്ടികളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പോർട്സ് ഗ്രൗണ്ടുകൾ, ഇതൊന്നും ഇല്ല നമുക്കിവിടെ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ റീസെൻ്റ്ലി ഒരു പക്ഷേ പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരിക്കും, 100% വിഷ്വൽ ഡിസബിലിറ്റി ഉള്ള ഒരാളാണ് ജഡ്ജായിട്ട്. സോ ഇന്ന് രാവിലെ നമ്മളൊരു സ്വീകരണം കൊടുത്തത്, ഞങ്ങളാണ് ആദ്യമായിട്ട് അവർക്ക് സ്വീകരണം കൊടുത്തത്. താനിയ നാഥൻ എന്ന് പറയുന്നത്, അവർക്ക് 100% ഡിസബിലിറ്റിയാണ്. അവർ ജഡ്ജായിട്ട് വരുന്നു. ഇതൊരു വലിയ അത്ഭുതമാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? സോഷ്യൽ ഇൻക്ലൂഷൻ. അതായത് ഇപ്പോൾ നിങ്ങൾ ഇവിടെ നടക്കുന്ന സ്ഥലത്തെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇതെല്ലാം ഒരു വീൽ ചെയറിൽ നമുക്ക് കൊണ്ടുപോകുന്ന സംവിധാനങ്ങളാണ്. അപ്പോൾ സോഷ്യൽ ഇൻക്ലൂഷൻ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, അത് ആ ഒരു ഇൻക്ലൂഷൻ വരാത്തിടത്തോളം നമ്മൾ ഒരിക്കലും നമ്മളല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും ചേർത്ത് പിടിക്കുന്നത് തീർച്ചയായിട്ടും. കാരണം അവർക്കും ഒരു കുട്ടി ഇത്തരത്തിലൊരു കുട്ടി പിറന്നു വീഴുന്നതോ അത് ഒരിക്കലും ആ കുട്ടിയുടെ തെറ്റല്ല, ആ കുട്ടിയുടെ പാരൻസിന്റെ തെറ്റല്ല. അല്ല, ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത്, കേൾക്കുന്നത്, ഇതൊന്നും നമ്മൾ നേടിയെടുത്ത കഴിവുകൊണ്ടല്ല. ആണോ? എന്നെ കാണുന്നു, നമ്മൾ നേടിയെടുത്ത കഴിവല്ല. നമുക്ക് കാഴ്ചയുണ്ടായിരുന്നു ജന്മം മുതൽ, നമുക്ക് കേൾവി ഉണ്ടായിരുന്നു, നമ്മുടെ കൈകൾ ചലിപ്പിക്കാമായിരുന്നു. ഇതൊന്നും നമുക്ക് അവകാശപ്പെട്ടതൊന്നുമല്ല. അതുപോലെ അങ്ങനെ ഒരു കുട്ടി, ഓട്ടിസം ഉള്ളൊരു കുട്ടി പിറന്നു വീഴുന്നുണ്ടെങ്കിൽ ആ കുട്ടി ചെയ്ത തെറ്റുകൊണ്ടല്ല, കുട്ടിയുടെ പാരൻസ് ചെയ്ത തെറ്റുകൊണ്ടല്ല. ഇത് സമൂഹം മനസ്സിലാക്കണം. ഇത് പ്രോബ്ലി ഒരു സമൂഹത്തിന്റെ തെറ്റാണ്. അവരെ ചേർത്ത് പിടിക്കാത്തത് സമൂഹത്തിന്റെ തെറ്റാണ്. ഓൾസോ നമ്മൾ നമുക്ക് മുന്നേ ഉള്ളവർ ജീവിച്ചതിന്റെ ബാക്കി പത്രമാണല്ലോ ഇങ്ങനത്തെ ജനറ്റിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു ഡ്രീം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ കാസർഗോഡത്തെ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി അലഞ്ഞു നടക്കുകയാണ്. യാത്രകളോട് യാത്രയാണ്. പല രാജ്യങ്ങളിൽ പ്രോഗ്രാം നടത്തുന്ന, പ്രോഗ്രാമിലൂടെ കിട്ടുന്ന ഫണ്ട്, കാരണം ഇറ്റ്സ് എ ഹ്യൂജ് പ്രോജക്റ്റ്. അപ്പോഴൊക്കെ ഈ വള്ളത്തോള് പണ്ട് കലാമണ്ഡലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോട്ടറി ടിക്കറ്റ് വിറ്റ് നടന്നിട്ടുള്ളതാണ്. ഞാനിവിടെ 1-2 സ്ഥലത്ത് KSIDC എന്നിങ്ങനെ ബോർഡ് കണ്ടു. സോ എന്തുവാണ് കേരള സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റ്? ആദ്യത്തെ ഒരു ഘട്ടത്തിൽ അവരുടെ ഒരു എന്താ പറയുക, ഈ സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഒരു സപ്പോർട്ട് നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനാണ് കണ്ടിട്ടുണ്ടാവുക. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ നേതൃത്വത്തിലാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. നമ്മൾ 23 കുട്ടികളെ വെച്ച് തുടങ്ങുന്നത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ നേതൃത്വത്തിലാണ്. ശൈല ടീച്ചർ മിനിസ്റ്ററാണ്. പിന്നെ ഡോക്ടർ മുഹമ്മദ് അഷീലായിരുന്നു മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ആ സമയത്താണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇത് തുടങ്ങിയത്. അതുകൊണ്ടാണ്. ഇപ്പം ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല. അതിന് ഗവൺമെന്റ് സപ്പോർട്ടുണ്ട്. കാരണം ഇത്തരം പ്രസ്ഥാനം നടത്തുന്ന ഗവൺമെന്റ് സപ്പോർട്ട് വേണമല്ലോ. കാരണം PWD രജിസ്ട്രേഷൻ ഉണ്ട്, സോഷ്യൽ ജസ്റ്റിസ് മിനിസ്ട്രിയുടെ സപ്പോർട്ടുണ്ട്. പക്ഷെ നമ്മൾ സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഗവൺമെന്റിൽ നിന്നും ഒന്നും നേടുന്നില്ല, ഒന്നും മേടിക്കുന്നില്ല. NGO ആണ്. അപ്പം അങ്ങനത്തെ ഒരു ആളുകളുടെ സഹായത്തോട് കൂടിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ആളുകൾ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഈ കുട്ടികൾക്കെല്ലാം കംപ്ലീറ്റ് കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും.
അതുപോലെ തന്നെ കുട്ടികളുടെ പാരൻസിൻ്റെ കംപ്ലീറ്റ് ഫുഡ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ യൂണിഫോം, അവർക്കുള്ള ട്രാവൽ എക്സ്പെൻസ്, ഇതെല്ലാം ഡിഫറെൻറ്റ് ആർട്സ് സെൻ്ററാണ്. ഇറ്റ്സ് എ ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ജിജി തോമസനാണ് അതിൻ്റെ ചെയർമാൻ, ഞാനതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. പിന്നെ അടൂർ ഗോപാലകൃഷ്ണനാണ് അതിൻ്റെ പേട്രണായിട്ടുള്ളത്. പിന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു CGM ആയിരുന്ന ജഗദീഷ്, അദ്ദേഹമാണ് അതിൻ്റെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സൊസൈറ്റിയിലേക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് ആളുകൾക്ക്. കാരണം അതിനകത്ത് 80G/12 രജിസ്ട്രേഷൻ ഉണ്ട്, FCRA ഉണ്ട്. അപ്പോൾ ആളുകൾക്ക് ഡൊണേറ്റ് ചെയ്യാം. ഈ ഡൊണേഷൻ കിട്ടുന്നതുകൊണ്ടാണ് ഈ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ ഇങ്ങനെ നടന്ന് കാണുമ്പോഴത്തേക്ക് ഐ സോ റെഡ് യൂണിഫോം ഇട്ട കുറെ കുട്ടികൾ. അപ്പം ഐ എം തിങ്കിങ് അവരിനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെ കുറേ അമ്മമാർ ഒരുപോലെ സാരിയൊക്കെ കൊടുത്ത് കുറെ പേര് തയ്ക്കുന്നു, കുറെ പേര്. അപ്പം ഈ മദേഴ്സിനും ഇവിടെ ഉണ്ട്. മദേഴ്സിന് കരിസ്മ എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് ഉണ്ട്. ഇറ്റ്സ് എ സെപ്പറേറ്റ് ചാരിറ്റബിൾ സൊസൈറ്റി. അതിൽ നിന്ന് കിട്ടുന്ന വിറ്റ് കിട്ടുന്ന പൈസ അവർക്ക് എടുക്കാം. നമ്മളുമായിട്ട് ബന്ധമൊന്നുമില്ല, നമ്മളെ നേതൃത്വത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നത് നമ്മുടെ അമ്മമാരാണ്. അപ്പം അങ്ങനെ ഇവിടെ കുറേ ടെക്സ്റ്റൈൽസിലുകൾക്ക് കവറുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന അവരമ്മമാരാണ്. ഇതുണ്ടല്ലോ, ഹാങ്ങിങ് ബാഗ്സ്, ക്യാരി ബാഗ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന നമ്മുടെ അമ്മമാരാണ്. അപ്പോൾ അതൊക്കെ അവർക്ക് അതിനകത്ത് കിട്ടുന്ന വരുമാനം അവർക്ക് എടുക്കാം. കുട്ടികൾക്കൊരു ഇൻകം ആവുന്നു, കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്റ്റൈപ്പൻഡ് ഉണ്ട്, അമ്മമാർക്ക് ഈ ഇൻകം ഉണ്ടാവുന്നു. അങ്ങനെ അവരൊരു ലൈഫിലേക്ക് പോകുന്നു. അതാണ് മനസ്സിലായി. സോ ഒരു എക്കോസിസ്റ്റം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. യെസ്. സോ നമ്മൾ ഇത്ര നേരം വളരെ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ് മീ കം ബാക്ക് ടു സംതിങ് ലൈറ്റ് എന്നല്ല, ഒരു കുറച്ചുകൂടെ സന്തോഷമുള്ള Merlin Award. So you were awarded with that by the International Magicians Society. ഞാൻ അതിനെപ്പറ്റി വായിച്ചപ്പം എനിക്ക് more than anything it is definitely a personal achievement for you. ബട്ട് അത് ഇന്ത്യൻ മാജിക്കിന് കൂടെ ഉള്ള ഒരു തീർച്ചയായിട്ടും അങ്ങനെ വേണമല്ലോ കരുതാൻ. കാരണം ഇന്ത്യൻ മാജിക്കിന് എന്നും ഈ മാജിക്കിന്റെ രംഗത്ത് ഒരുപാട് ട്രഡീഷണൽ ഒരു വാല്യൂ ഉണ്ട്. ഇന്ത്യൻ മാജിക്കിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ്. കാരണം നമ്മളെ ഇന്ത്യൻ ഡ്രോപ്പ് ട്രിക്ക്, ഇന്ത്യൻ മാംഗോ ട്രിക്ക് തുടങ്ങിയിട്ടുള്ള പല ഇന്ത്യയുടേതായിട്ടുള്ള മാജിക്കുകളുണ്ട്. ഇന്ത്യൻ ബാസ്ക്കറ്റ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ സാക്ഷാൽ ഹാരി ഹുദിനി അടക്കം ഡേവിഡ് കോപ്പർഫീൽഡ് അടക്കം നമ്മുടെ ഭാരതത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം കനമുള്ള ഒരു ലോകത്താണ് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ മാജിക്കിന് പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല. അത് അറിയാമല്ലോ, നമ്മൾ വൈറ്റ്സിനാണ് പലപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം അത് സ്വാഭാവികമായിട്ട് 2011 എനിക്ക് വരുന്നത്. അത് അദമ്യമായിട്ടുള്ള എൻ്റെ ഒരു സന്തോഷമായിരുന്നു അങ്ങനൊരു അച്ചീവ്മെൻ്റ് ഉണ്ടാവുന്നത്. ഡെഫിനറ്റ്ലി സന്തോഷം. So did that change anything for you in an international scope of things? ഞാൻ ആക്ച്വലി ലാസ് വേഗാസിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മാജിക് നടക്കുന്നത്. ഒരു 10-16 ഷോസ് ഡെയിലി നടക്കുന്നുണ്ട്. ഈവൻ ഡേവിഡ് കോപ്പർഫീൽഡ് അടക്കമുള്ള മജീഷ്യൻസ്, സിഗ്ഫ്രഡ് ആൻഡ് റോയ് ഒക്കെ പെർഫോം ചെയ്തിരുന്ന പണ്ട് കാലത്ത്. ഇന്ന് അവിടെ വലിയ വലിയ പെൻ ആൻഡ് ടെല്ലറൊക്കെ പെർഫോം ചെയ്യുന്നത് അവിടെയാണ്, ലാസ് വേഗാസിലാണ്. അപ്പോൾ അവിടെ ആക്ച്വലി ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങോട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ആലോചിച്ചതായിരുന്നു. ഇന്ത്യൻ മാജിക്കുമായിട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ടപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ ഈ ഒരു ചേഞ്ചോട് കൂടിയിട്ട് ജീവിതത്തിൻ്റെ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. നമ്മൾ ഈ നദി ഗതി മാറി ഒഴുകുക എന്ന് പറയുന്നത് പോലെ ഏതോ ഒരു ഘട്ടത്തിൽ നദി എൻ്റെത് ഗതി മാറി ഒഴുകിപ്പോയി. അതുകൊണ്ട് ആ സ്വപ്നങ്ങളെല്ലാം ഇന്ന് പാതി വഴിയിലാണ്. പക്ഷേ ഇപ്പം എന്താണോ ഇപ്പം എൻ്റെ മനസ്സിലുള്ള ഡ്രീം എന്ന് പറഞ്ഞ ഒറ്റ ഡ്രീം മാത്രമേ ഉള്ളൂ. ആ ഡ്രീം എന്ന് പറയുന്നത് കാസർഗോഡ് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക, അവിടത്തേക്ക് കുട്ടികൾ ഇങ്ങനെ നടന്നു വരുന്നതും അവരവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു ആണ് ഇപ്പോഴത്തെ എൻ്റെ സ്വപ്നം. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു റിഗ്രറ്റും ഇല്ല എനിക്ക്. സോ യു സ്പീക്ക് വെരി ബ്യൂട്ടിഫുള്ളി. എഴുതുമല്ലേ? കുറച്ച്. അപ്പം യു ഹാവ് റിട്ടൺ എ ബുക്ക്? ഞാൻ ഒന്നല്ല, ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഓർമ്മകളുടെ മാന്ത്രിക സ്പർശം എന്ന് പറഞ്ഞുകൊണ്ടൊരു പുസ്തകം, ഒരു ആത്മകഥാ സ്പർശം, ഓട്ടോബയോഗ്രഫി. ONV സാറാണ് അതിൻ്റെ അവതാരിക എഴുതിയത്. ഞാൻ നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പറിച്ചു നടന്നത് വരെയുള്ളൊരു കാലം. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് 5 തവണ ഭാരതം മുഴുവൻ യാത്ര ചെയ്തു എന്നുള്ളതാണ്. കന്യാകുമാരി മുതൽ കശ്മീർ വരെ യാത്ര ചെയ്തു 5 തവണ. അത് 2002, 2010, 2015 അങ്ങനെ യാത്ര ചെയ്ത് അവസാനം ഇപ്പോൾ ലാസ്റ്റ് ഇയർ സോഷ്യൽ ഇൻക്ലൂഷൻ ഓഫ് അതിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്തു. അങ്ങനെ ഭാരതത്തെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു യാത്രാ ബുക്ക് എഴുതിയിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ളതാണ്. പുസ്തകത്തിൻ്റെ പേര് ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം എന്നാണ്. മോഹൻലാലാണ് അവതാരിക എഴുതിയിരിക്കുന്നത്. പിന്നെ അതിനുശേഷം ഈ കഥയിലുമുണ്ടൊരു മാജിക് എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന മോട്ടിവേഷണൽ സ്റ്റോറീസ് ചേർത്ത് വെച്ചുകൊണ്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അങ്ങനെ
പുസ്തകങ്ങളുണ്ട്. Because you speak ഇങ്ങനെ ശരിക്കും നമ്മൾ മലയാളം ബുക്കൊക്കെ വായിക്കണ മാതിരിയാണ് സർ വർത്തമാനം പറയുന്നത്. സോ ഐ ന്യൂ അബൌട്ട് ദ ഓട്ടോബയോഗ്രഫി. ബാക്കിൻ്റെ കാര്യം ചോദിക്കുമായിരുന്നു. സോ ലെറ്റ്സ് സേ എ ടേം ലൈഫ് ഇസ് മാജിക് എന്ന് പറയുന്ന ഒരു ടേമിനെ ഹൗ ഡു യു എക്സ്പാൻഡ് ഇറ്റ്? മാജിക് എന്ന് പറയുന്നത് ഏറ്റവും ഈസി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കോപ്പ് ഫോർ ഫെയിലിയർ ആൻഡ് സക്സസ് ആർ ഈക്വൽ. മാജിക്കിനകത്ത് പെർഫോം ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് ലോട്ട് ഓഫ് പ്രാക്ടീസ് നീഡഡ് ഫോർ ദാറ്റ്, ടു പെർഫോം ലോട്ട് ഓഫ് കോൺഫിഡൻസ് നീഡഡ് ഫോർ ദാറ്റ്. ഇതുപോലെ തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്. ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന കുണ്ടുകളും കുന്നുകളുമുള്ള കയറ്റവും ഇറക്കവുമുള്ള കല്ലുകളും മുള്ളുകളുമുള്ളൊരു വഴിയാണ്. അപ്പോൾ നമ്മൾ ഈ പാറയുടെ മുകളിൽ ഇവിടെ കയറി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ കയറി വരാനെടുത്ത ആ സ്ട്രെയിൻ ഉണ്ടല്ലോ, ഈ സ്ട്രെയിൻ തന്നെയാണ് ഉയരങ്ങളിലേക്ക് കുതിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എടുക്കേണ്ടത്. നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് ഒരാളെ ഇയാൾ എന്തൊരു ഭാഗ്യവാനാണ്. അയാളൊരു ഭാഗ്യവാനമല്ല. അയാളുടെ ജീവിതത്തിൽ അയാൾ കഷ്ടപ്പെട്ട ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, അയാൾ മുട്ടിയ വാതിലുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ, അയാൾ ജീവിതത്തിൽ അനുഭവിച്ച പ്രശ്നം, നമ്മൾ ഒരാളെ വിലയിരുത്തുന്നത് ഈ സമയത്ത് എന്താണ് എന്നുള്ളതിൻ്റെ പേരിലാണ്. അയാളുടെ ജീവിതത്തിൻ്റെ ഒരു ഭൂതകാലം അവിടെ കിടക്കുന്നു. അപ്പം ഞാൻ മാജിക്കിൻ്റെ രംഗത്ത് ഇപ്പം ഇങ്ങനെ നിന്നിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇപ്പം നിങ്ങൾ നടക്കുന്ന കാണുന്നതെല്ലാം ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പെടുന്നൊരു പാടുണ്ട്. ഒരു കാട്ടുപ്രദേശമായ ഒരു സ്ഥലത്ത് ഈ ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ ഫോം ചെയ്തെടുത്ത പാടുണ്ട്. മാജിക്കിൻ്റെ രംഗത്തേക്ക് പിടിച്ചു വരുന്ന സമയത്ത് ഈവൻ ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ ഒരാളാണ്. അപ്പോൾ ജീവിതത്തിൽ എത്രമാത്രം കഠിനമായിട്ട് അധ്വാനിച്ചു എന്ന് പറയുന്നൊരു പാസ്റ്റ് ഉണ്ട്. ലൈഫ് എന്ന് പറയുന്നത് അതാണ്. ലൈഫ് ഈസ് എ മാജിക് എന്ന് പറയാൻ കാരണം അതിനകത്ത് ചിലപ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടും, ചിലപ്പോൾ തകർച്ചകളുണ്ടാവും, ചിലപ്പോൾ വീഴ്ചകളുണ്ടാവും, കൂവലുകളുണ്ടാവും, ആട്ടിവിളികളുണ്ടാവും, കല്ലേറുകളുണ്ടാവും. ഇതൊക്കെ അനുഭവിച്ച് നമ്മൾ മുന്നേറി കഴിഞ്ഞാൽ മാത്രമേ ഒരു മാജിക്കിൻ്റെ ജീവൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് തന്നെയാണ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ക്ലിയർ അല്ലേ? ബ്യൂട്ടിഫുൾ. യെസ്, അബ്സല്യൂട്ട്ലി. സർ, ഇപ്പം ഇവിടെ ഈ ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ തുടങ്ങി ഇത്രയും കുട്ടികൾ ഉണ്ട്. ഒരു കാര്യം പറയുന്ന ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. എന്നാലും ടെൽ മീ വൺ തിങ് ദാറ്റ് റിയലി ടച്ച്ഡ് യു ആൻഡ് ഇത് ഇങ്ങനെ മുന്നോട്ട് ഇപ്പം പറഞ്ഞല്ലോ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, ദർ ഇസ് എ ലോട്ട് ഓഫ് സ്ട്രഗിൾ ഇൻ ഡൂയിങ് വാട്ട് യു ആർ ഡൂയിങ്. എന്നിട്ടും അത് ശക്തിയായി പിടിച്ച് നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഐ എം ഗെസ്സിങ് ഈ പിള്ളേരുടെ മുഖം, ഈ കുട്ടികളുടെ ഇവർക്കൊരു ജീവിതം ഉണ്ടാവുന്നതിൻ്റെ കണ്ടിട്ട് എങ്ങനെയാണ് വാട്ട് ഇൻസ്പയർസ് യു ടു ഡു ദാറ്റ്? എല്ലാവരും നമ്മളൊരു പ്രത്യേക പാഷന് വേണ്ടി നമ്മൾ ഒരു അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നടക്കുന്ന സമയത്ത് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് ആ പാഷൻ നേടണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് പാതി വഴിയിൽ ഇട്ടെറിഞ്ഞ് പോകുന്നതല്ല ജീവിതത്തിൻ്റെ മാർഗം എന്ന് പറയുന്നത്. അതിലൂടെ കുതിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വളരെ നിഷ്കളങ്കമായ ഭാവത്തോടു കൂടി ഇതൊന്നും ജീവിതത്തിൽ നമ്മളെപ്പോലെ വലിയ പാഷനൊന്നും ഇല്ല അവർക്ക്. നമ്മൾ അത് നേടണം, ഇത് എനിക്ക് വീട് വെക്കണം, കാറ് വാങ്ങിക്കണം, ഇതൊന്നും അല്ല അവരുടെ ലോകം. വളരെ ഹാപ്പിയാണ്. അപ്പം ആ ഒരു ഹാപ്പിനെസ് സ്വാഭാവികമായിട്ട് ജീവിതത്തിൽ ഇവരിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ജീവിതത്തെ എത്രമാത്രം ലളിതമായിട്ട് കാണുന്നു, എത്രമാത്രം നിഷ്കളങ്കമായിട്ടാണ് അവർ കാണുന്നത്. നമ്മളൊക്കെ ജീവിതം ഭയങ്കര ടഫാണെന്ന് പറയുമ്പോൾ അവർക്ക് ജീവിതം വലിയ ടഫൊന്നും അല്ല. ഇന്ന് ഈ നിമിഷം ഇവിടെ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിൽ നിന്ന് പഠിച്ചെടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മൾ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും പറയുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. ആ ലെസൺ എന്ന് പറയുന്നത് ഒരിക്കലും തീരുന്നില്ല. നമ്മുടെ മരണത്തിൻ്റെ സമയത്ത് മാത്രമേ നമ്മുടെ പാഠം തീരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചെടുത്ത കുറേ കാര്യങ്ങളിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ബാക്കി വെച്ച് പോകുന്നു, അതാണല്ലോ അല്ലേ? നമ്മൾ ഏത് വേഷം ധരിച്ചു എന്നുള്ള, ഏത് വീട്ടിൽ താമസിച്ചു എന്നുള്ള, ഏത് കാറിൽ സഞ്ചരിച്ചു എന്നുള്ള ഒന്നും അല്ല ചരിത്രം രേഖപ്പെടുന്നത്. നമ്മൾ എന്താണ് ഇവിടെ ബാക്കി വെച്ച് പോകുന്നത്? ആ ബാക്കി വെച്ച് പോകുന്നത് നമുക്ക് വേണ്ടി ആവരുത്. നമുക്ക് വേണ്ടി ബാക്കി വെച്ച് പോകുന്നത് ശ്രദ്ധിക്കപ്പെടുന്നില്ല. മറ്റുള്ളവർക്കായി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതാണ്. പി രാമേന്ദ്രന്റെ കവിതയില്ലേ, ഇവിടെ ഞാനുണ്ടെന്നറിയിക്കുവാൻ, കേട്ടിട്ടില്ലേ? മധുരമായൊരു കൂവൽ മാത്രം മതി, മധുരമായൊരു കൂവൽ മാത്രം. ഇവിടെ ഞാൻ ഉണ്ടെന്നതിന് സാക്ഷ്യമായി വെറുമൊരു തൂവൽ താഴെയിട്ടാൽ മതി, തൂവൽ മതി, ഇത്രയേ ഉള്ളൂ. ഇനിയും ഉണ്ടാകുമെന്നറിയിക്കുവാൻ അടയിരുന്നതിന് ചൂട് മാത്രം മതി. ഇതിലും ലളിതമായ എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ എന്നാണ് ചോദിച്ചത്. അപ്പൊ തൂവൽ താഴെ ഇട്ടാൽ മതി, നമ്മളൊരു തൂവൽ താഴെ ഇട്ടാൽ മതി, മധുരമായിട്ടൊന്ന് കൂവി ഇവിടുന്ന് പോയാൽ മതി. പക്ഷെ മധുരമായിരിക്കണം നമ്മുടെ കൂവൽ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഒരു തൂവലിന്റെ സ്പർശമായിരിക്കുന്നത്, കല്ലല്ല എറിയേണ്ടത്, കല്ല് വീഴ്ത്തുകയല്ല ചെയ്യേണ്ടത്, ഒരു തൂവൽ താഴെ ഇട്ടാൽ മതി. അപ്പോൾ ആ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഷയാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ നമ്മളൊക്കെ പോയി കഴിഞ്ഞാലും ഈ സ്ഥാപനം കാസർഗോഡ് ഉണ്ടായിരിക്കണം,
ഈ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ ഉണ്ടായിരിക്കണം, ഇവിടെ കുറേ കുട്ടികൾ ജീവിക്കണം, അവിടെ കുറേ കുട്ടികൾ ജീവിക്കണം. മതി, ഇത്രയല്ലേ ഉള്ളൂ. സോ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അപ്പം ഇപ്പം സാറിൻ്റെ ലൈക്ക് യു സെഡ് സാറ് കഴിഞ്ഞാൽ ഇതെങ്ങനെ, ഹൗ ഡസ് ദിസ് ഗോ ഫോർവേഡ്? ഡെഫിനറ്റ് ആയിട്ടും ഒരാളും ഈ ഭൂമിയിൽ ആവശ്യമല്ല, ഒരാളും ആവശ്യമല്ല. എല്ലാം ലോകത്തിൻ്റെ ഒരു എന്താ പറയുക ചലനം അങ്ങനെയാണ്. ഒരാൾ വരും, അതെന്തൊക്കെയോ ചെയ്ത് അയാൾ പോവും, വേറൊരാൾ അത് ഏറ്റെടുക്കും, അത് പോവും, അങ്ങനെയുള്ളൂ. ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ എന്ന് പറയുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയിൽ എൻ്റെ വീട്ടിൽ നിന്ന് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്, ബാക്കിയുള്ളവരെല്ലാം പുറത്തുള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ടും ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മറ്റൊരാൾ ആ സ്ഥലത്ത് വരും, ആ ചെയറിലുണ്ടാവും. സോ ആർ യു വർക്കിംഗ് വിത്ത് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ? ഇതുപോലെ ഡെഫിനറ്റ്ലി നമ്മൾ അങ്ങനെ ഒരു സൊസൈറ്റി ആവുന്ന സമയത്ത് അതിനകത്ത് ഇതേപോലെ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളാണല്ലോ നമ്മുടെ കൂടെ ഉണ്ടാവുക. അവരുടെ കൂടെ തന്നെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എന്താണ് ഒരു മെസ്സേജ്, ലൈക്ക് എന്താ പറയുക, ഒരു സംതിങ് ഫോർ ദ യങ്ങർ ജനറേഷൻ, ഇൻക്ലൂഷനെ പറ്റി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു സേ? ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. നമ്മളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഈ സൗഭാഗ്യങ്ങൾ, എന്തെങ്കിലും സൗഭാഗ്യം നമ്മളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നമ്മൾ നേടിയെടുത്തത് കൊണ്ടല്ല. ഞാൻ പറയുന്നത് മറ്റുള്ള കാര്യങ്ങളല്ല, വീടോ അതൊന്നുമല്ല പറയുന്നത്. നമ്മുടെ കാഴ്ച, നമ്മുടെ കേൾവി, നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ സംസാരിക്കാനുള്ള കഴിവുകൾ, ഇതൊക്കെ നമ്മൾ പ്രകൃതിയിൽ ജനിച്ച് വീണ സമയത്ത് നമ്മളിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് നോക്കുന്ന സമയത്ത് വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ഒരാളോ, കാലില്ലാത്ത ഒരാൾ, കൈയില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ കണ്ണില്ലാത്ത ഒരാൾ, കേൾവിയില്ലാത്ത ഒരാൾ, ഇവരൊക്കെ അങ്ങനെ പിറന്നു വീഴുന്നതിൻ്റെ പേരിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അവരും നമ്മളും കൂടി ചേരുന്ന സമയത്ത് മാത്രമാണ് ഇൻക്ലൂഷൻ എന്ന് പറയുന്ന കാര്യം പൂർത്തിയാവുന്നത്. അപ്പം നമുക്ക് അവകാശപ്പെട്ടതുപോലെ ഈ ഭൂമി അവർക്കും അവകാശപ്പെട്ടതാണ്. ഈ ഒരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് ചോർന്നു പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന നിമിഷങ്ങളിലാണ് നമ്മുടെ കോൺഫിഡൻസ് ചോർന്നു പോകുന്നത്. നമ്മൾ നിയമത്തിൻ്റെ വഴിക്കാണ് പോകുന്നതെങ്കിൽ, നമ്മൾ സത്യസന്ധമായിട്ടാണ് ജീവിതത്തിനെ കാണുന്നതെങ്കിൽ, നമ്മൾ മറ്റൊരാൾ എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല. ലുക്ക് ദർ, ഗോ അഹെഡ്. ഇതാണ്. Got it. It's as simple as that. Go, look ahead, go ahead. അത്രേ ഉള്ളൂ. Sir, we Bharat Yatrande കാര്യം പറഞ്ഞ, tell me about some of the experiences with that. Again, language. എക്സ്പീരിയൻസസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം റോഡ് മാർഗം ഭാരതത്തിലുടനീളം 5 തവണ യാത്ര ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കലാകാരന് ഈ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇറ്റ്സ് നോട്ട് ഈസി കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ, നാഗാലാൻഡ്, അവിടെയൊക്കെ പോകുന്ന സമയത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് തീവ്രമാണ്. നമ്മളെ വണ്ടികളെ തടഞ്ഞു നിർത്തുന്ന ഘട്ടമുണ്ടായിട്ട് 2002 ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങളുടെ വണ്ടിയുടെ മുകളിൽ ദേശീയ പതാക മുഴുവൻ അവർ കത്തിച്ചെറിഞ്ഞു, തീവ്രവാദികൾ. ഞങ്ങൾ വണ്ടിക്കകത്ത് പൂട്ടിയിട്ടു, പോകാൻ സമ്മതിച്ചില്ല. ഇങ്ങനെയുള്ള വളരെ ക്രൂരമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെയൊക്കെ ഞങ്ങൾ ഫേസ് ചെയ്ത് പോയിട്ടുണ്ട്. അത് ഒരു കാര്യം. രണ്ടാമത് ഇതിൻ്റെ മറ്റൊരു തലം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് ഇത്രമാത്രം എന്താ പറയുക വൈവിധ്യങ്ങൾ ഉള്ളൊരു രാജ്യം വേറെ ലോകത്തുണ്ടാവില്ല. സംസ്കാരങ്ങൾ, ഭാഷകൾ, വേഷങ്ങൾ, ഇതെല്ലാം ഡിഫറെൻ്റ് അല്ലേ. നമ്മൾ കിലോമീറ്ററുകൾ യാത്ര ചെയ്യുമ്പോഴേക്ക് അതിൻ്റെ സ്വഭാവം മാറി മാറി വരും, നിറങ്ങൾ മാറി മാറി വരും, ആഘോഷങ്ങൾ മാറി വരും, ഉത്സവങ്ങൾ മാറി മാറി വരും. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. അപ്പോൾ ആ കാഴ്ചകളിലൂടെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത്, റോഡ് മാർഗം യാത്ര ചെയ്യുക എന്നുള്ളത് രസമാണ്. 26,000 കിലോമീറ്ററാണ് ഇപ്പോൾ ഞങ്ങൾ ലേറ്റസ്റ്റ് യാത്രയിൽ യാത്ര ചെയ്തത്. 26,000 കിലോമീറ്റേഴ്സ് ത്രൂ റോഡ്, രാത്രി പകൽ. ഇതൊക്കെ ഒരു ആദ്യത്തെ യാത്രയിൽ 7 പെൺകുട്ടികൾ അടക്കമുള്ള സംഘമാണ്. ഒന്നാലോചിച്ച് നോക്കണം. വണ്ടിക്കകത്ത് പെൺകുട്ടികളെ പൂട്ടിയിടുന്നു, ഞങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ ദാബയിലെ കട്ടിലിൽ കിടക്കുന്നു, അവിടുന്ന് ദാബയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുക തീവ്രമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുക എന്ന് പറയുന്ന സമയത്ത്, അത് തിരിച്ച് വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സുഖം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സംഭവം. ഭാഷയുടെ കാര്യം ചോദിച്ചു. ഭാഷ സ്വാഭാവികമായിട്ട് മാജിക്കിന് ലാംഗ്വേജ് ഇല്ല എന്ന് പറയുന്നൊരു സൗന്ദര്യമുണ്ട്. മാജിക് എന്ന് പറയുന്നതിൻ്റെ ലാംഗ്വേജ് എന്താണ്? വിസ്മയമാണ്, അത്ഭുതമാണ്. അപ്പോൾ നമുക്ക് ഏതൊരു പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിക്കുന്ന സമയത്ത് അതിന് പറയേണ്ട കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ ലോക്കൽ ആരെങ്കിലും വിളിക്കും. അവരുമായിട്ടൊരു ചെറിയ റിഹേഴ്സൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞ എക്സ്പീരിയൻസ് ചെയ്യും. മാജിക് നമ്മുടെ കയ്യിലല്ലേ നടക്കുന്നത്, അതിന് ദർ ഇസ് നോ ലാംഗ്വേജ് ഫോർ ദാറ്റ്. അങ്ങനെയാണ് അതിനെ ഉപയോഗിച്ചത്. അപ്പം ഈ മാജിക്കിനെ ഇഫ് യു ഹാവ് ടു കാറ്റഗറൈസ് ഇൻടു multiple streams, what all will be the main things? ഇപ്പോൾ കൺജറിങ് മാജിക് ഉണ്ട്, ക്ലോസപ്പ് മാജിക് ഉണ്ട്. ക്ലോസപ്പ് മാജിക് നമ്മൾ തൊട്ടടുത്തിരുന്ന് കാണിക്കുന്ന മാജിക്കാണ് ക്ലോസപ്പ് മാജിക്. കൺജറിങ് മാജിക് എന്ന് പറഞ്ഞാൽ ചെറിയ ലിമിറ്റഡ് ഓഡിയൻസിന് മുമ്പിൽ കാണിക്കുന്നതാണ്. ഇല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റേജിൽ ഒരു 1000കണക്കിന് ഓഡിയൻസിന് മുമ്പിൽ കാണിക്കുന്ന വലിയ മാജിക്കുകളാണ് ഇല്യൂഷൻസ്. ബൈക്കിൽ വരുന്നു, വാനിഷ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള മാജിക്കുകൾ.
കാർഡ് ട്രിക്സ് ഉണ്ട്, കോയിൻ മാജിക് ഉണ്ട്, മെന്റലിസം ഉണ്ട്. മെന്റലിസം എന്ന് പറഞ്ഞാൽ മൈൻഡ് റീഡിംഗ് ആണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ കാണിക്കുന്ന മാജിക്കുകളാണ്. Okay. ഇറ്റ്സ് നോട്ട് മൈൻഡ് റീഡിംഗ്. Okay. മൈൻഡ് റീഡിംഗ് ഒന്നും ഇമ്പോസിബിൾ I wish you say that once again. മൈൻഡ് റീഡിംഗ് ഇമ്പോസിബിൾ ആണ്. അതായത് നിങ്ങളുടെ മനസ്സിനെ എനിക്ക് വായിക്കാൻ പറ്റില്ല, Yeah. എന്റെ മനസ്സിനെ നിങ്ങൾക്കും വായിക്കാൻ So പറ്റില്ല. it is basically a magic trick. 100%. Okay. നോ ഡൗട്ട് അറ്റ് ഓൾ. Okay. അതിന് നമ്മൾ മാജിക്കായിട്ട് മാജിക്കിനെ മെന്റലിസം എന്ന് വിളിക്കുന്നു, കാർഡ് മജീഷ്യൻസിനെ കാർഡീഷ്യൻ എന്ന് വിളിക്കുന്നത് പോലെ, Okay. ഇല്യൂഷനിസ്റ്റ് എന്ന് വിളിക്കുന്നത് പോലെ, മനസ്സാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ മാജിക് കാണിക്കുന്ന ഒരാളെ മെന്റലിസ്റ്റ് എന്ന് വിളിക്കുന്നു. Okay. ദർ ഇസ് നോ മെന്റലിസം. So sir പറഞ്ഞല്ലോ വിസ്മയമാണ് അവിടത്തെയും അതെ, ഒരു നിങ്ങളുടെ മനസ്സ് ഞാൻ വായിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ തോന്നിപ്പിക്കുക ചെയ്യുന്നു. നിങ്ങളെ മനസ്സ് വായിക്കാൻ എനിക്ക് പറ്റില്ല. സിഗ്മണ്ട് ഫ്രോയിഡ് മനോവിശ്ലേഷണം ചെയ്യാം എന്ന് പറഞ്ഞ് 100 വർഷത്തെ കഴിഞ്ഞു, ഇതുവരെ ഒരാളുടെ മനസ്സ് വായിക്കാനും പറ്റിയിട്ടില്ല. മനസ്സിനെ വിശ്ലേഷണം ചെയ്യാൻ പറ്റില്ല. അത് കാരണം ആ സാധനം എന്ന് പറയുന്നത് ഹൃദയം പോലെ ഇങ്ങനെ എടുത്തു വെക്കാവുന്ന ഒരു സാധനമല്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് ഇംപോസിബിൾ. അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും മെന്റലിസ്റ്റുകൾ നിങ്ങളുടെ മനസ്സ് വായിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി, നോ യു കനോട്ട് പറഞ്ഞാൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഇറ്റ്സ് മാജിക്. അവിടെയും ഒരു ഇറ്റ്സ് മാജിക്. ഇറ്റ്സ് ട്രിക്സ്. ദാറ്റ്സ് ഓൾ. So it was nice talking to you. Thank you so much for spending so much time Nice with of me. you. Thank you so Thank you. much.